അവളുടെ നീതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്ത് വീഡിയോ ഇടുക വിചാരിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് കൂണ് കിട്ടി. അടുത്ത് വീട്ടിൽ നിന്ന് കുറച്ച് കൂണ് കൊണ്ടു തന്നത്. അപ്പം എന്നാൽ തേങ്ങ വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ ഈ കൂണ് കറി. എനിക്ക് എപ്പോൾ കൂണ് കിട്ടിയാലും അമ്മ ഇങ്ങനെയാണ് കറി വയ്ക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ നിങ്ങളടുത്തൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ മുന്നേ ഒരു വ്ലോഗ് ഇട്ടിരുന്നല്ലോ, നഴ്സറിയിൽ പോയി ചെടിയൊക്കെ മേടിക്കണേ. അപ്പോൾ അതിനകത്ത് ഞാൻ ചെടികൾ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ചെടിയൊന്നും കാണിച്ചു തന്നില്ല എന്നുള്ളത്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ എനിക്ക് ചെടി കുഴിച്ചിടാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ മഴയൊക്കെ മാറിയിട്ട് ചെടി കുഴിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ നമുക്ക് കൂൺ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാൻ നമ്മളെ കറിയുടെ മെയിൻ താരമായിട്ടുള്ള കൂണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നിറയെ ചളിയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചല്ലേ, അപ്പോൾ നിറയെ ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി നല്ലപോലെ കഴുകി വൃത്തിയാക്കി മണ്ണൊക്കെ കളഞ്ഞ് അതിൻ്റെ പൂവും തണ്ടൊക്കെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊരു ബൗൾ നിറയെ ഉണ്ട്. ഇനി നമുക്ക് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. തീ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വറുത്തൊക്കെ കിട്ടും, പക്ഷേ അത് കരിഞ്ഞു പോവും, ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ തീ കുറച്ചിട്ട് വേണം നമുക്ക് സാവധാനത്തിൽ വറുത്തെടുക്കാം. അതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 ചേർത്ത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം കേട്ടോ, ചെറിയ ജീരകമല്ല, വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ നല്ലപോലെ ഒന്ന് എല്ലാതും ഒരേപോലെ ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതാ തേങ്ങയൊക്കെ നല്ല വഴറ്റി എടുത്തിട്ടുണ്ട് ഞാൻ. നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കാം. ഇനി ഞാൻ അതേ പാനിൽ തന്നെ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനകത്തേക്ക് നമ്മൾ കൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂണിൽ നിന്ന് കുറച്ച് വേവുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിനും കൂടി ചേർത്തിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച പൊടികൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കാം. പിന്നെ കുറച്ച് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കൂണ് വേവാൻ അധികം സമയമൊന്നും എടുക്കില്ല, കുറച്ച് സമയം മതി. അപ്പോൾ അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എനിക്ക് ഈ കറി നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. നമുക്ക് കൂണ് കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇത് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അരപ്പൊക്കെ ഇതിനകത്ത് പിടിച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് താളിച്ച് ഒഴിക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. എനിക്ക് കുറച്ച് കറിവേപ്പില കിട്ടിയുള്ളൂ, അതാണ് കുറച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കുറേ ഉണ്ടെങ്കിൽ കുറേ ചേർത്ത് കൊടുക്കുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ആ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കറിക്കകത്ത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇളക്കുന്നില്ല, ഫോട്ടോ എടുക്കാനുണ്ട്, അപ്പോൾ ഇളക്കണില്ല. ഫോട്ടോ എടുത്തതിന് ശേഷം
ഞങ്ങൾ ഇത് കഴിക്കാൻ പോവുകയാണ്. വെയിറ്റ് ചെയ്യണമൊന്നുമില്ല, അത്ര കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല, അപ്പം തന്നെ കഴിക്കാനുള്ള കൊതിയുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.